Hello, Namaste. Welcome back to WinTrader. WinTrader ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് WinTrader എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. നമ്മുടെ സോഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് സിഗ്നൽസ് എല്ലാം ഫുൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ മാനുവൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരുന്ന സിഗ്നൽസ് കൺഫേം ആണോ എന്ന് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. അത് കൺഫേം ആണെങ്കിൽ ആ ഒരു സിഗ്നൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരു 80 to 90% ആക്യുറസി അതിനകത്ത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് റേറ്റ് ആണ്. ഈ മേഖലയിൽ വരുന്നതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ 34,043.20. ഇതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈനാണ് ഡേ ബ്രേക്ക് ലൈൻ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഗ്രീൻ അപ്പാരോ അതായത് ബൈ സിഗ്നലാണ്. ഗ്രീൻ അപ്പാരോ ബൈ ആണ്, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ആ സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, അതൊരു സൗണ്ട് എഫക്റ്റ് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണമെന്ന് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് എഴുതി വരും, അല്ലെങ്കിൽ ആ മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി വരും. അപ്പോൾ ഇന്നത്തെ ബൈ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് 33,818 18.05 9:20 വന്ന് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് HD ഇറങ്ങുവാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 232 പോയിന്റ് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുന്നതാണ്. ഇപ്പോൾ രണ്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കൺഫർമേഷൻ ബൈ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസോൺ ആണെന്ന് നോക്കണം. പ്രൈസ് ബൈസോൺ ആയിരിക്കണം, അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തൊരു ബാർ ഉണ്ട്, ആ ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. ഫസ്റ്റ് ആരോ വരണം, ആരോ വന്ന ശേഷമാണ് കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ബൈ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ബൈസോൺ കാണിക്കണം, പിന്നെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കാം. അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് താഴെ വരും. അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അതിന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടാർഗറ്റ് 3 ടാർഗറ്റും കൂടെ കിടക്കും. ഈ 3 ടാർഗറ്റ് നമുക്ക് ഇപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ 3 ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കി ഈ റെഡ് സ്റ്റാർസ് കാണിക്കുന്നില്ല, അതാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. ഈ താഴത്തെ ഒരു ബ്ലൂ വരുന്നുണ്ട്, അതാണ് സപ്പോർട്ട് ലെവൽ. സപ്പോർട്ട് എന്ന് വെച്ചാൽ 34,024.95 ബ്രേക്ക് ആണെങ്കിലാണ് മാർക്കറ്റ് ഇറങ്ങിപ്പോകും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതായത് ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ബൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം താഴത്തെ പ്രൈസ് ബൈസോൺ ആണ്, ബാറിൻ്റെ കളറും ഗ്രീനാണ്. അപ്പോൾ ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 34,108 34,108.70 ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ഒന്നും കൂടെ അത് കയറി പോകത്തേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കണ്ട നോർമൽ ക്യാൻഡലിൻ്റെ കളർ റെഡും ഗ്രീനുമാണ്. അതായത് മാർക്കറ്റ് ബൈയിൽ പോകണമെങ്കിൽ ഗ്രീനും സെല്ലാണെങ്കിൽ റെഡും ആയിരിക്കും. ഇതിനിടയ്ക്ക് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് ഫോം ചെയ്യുന്ന കണ്ടോ, ലൈക്ക് ഓറഞ്ച് കളർ, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽ. അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും സൈഡ് ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. മാർക്കറ്റൊക്കെ സൈഡ് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റിൻ്റെ കളർ, ക്യാൻഡിലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരും. ഇതിനകത്ത് ഇത് സിമ്പിളാണ്. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരോ വന്നതിന് ശേഷം കൺഫർമേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ബാങ്ക് നിഫ്റ്റി കാണിച്ചു. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്ന് ഒരേ സിഗ്നൽ വന്നിട്ടുള്ളൂ, അത് കണ്ടിന്യൂ ആണ്. നിഫ്റ്റിയും സെയിം തന്നെയാണ്. രാവിലെ 16,053.45 ബൈ വന്ന് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇനി കയറി പോകാനാണ് ചാൻസ്. ഇതുപോലെ നമുക്ക് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റിലയൻസ് ആണ്. റിലയൻസ് നമുക്ക് ഇന്നത്തെ ബൈ വന്നിരിക്കുന്നത് 2,527.45 ബൈ വന്ന് 9:20 വന്നത്. 3 ടാർഗറ്റ് അടിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 26 പോയിന്റോളം മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇതേ സെയിം സ്ട്രാറ്റജി നിങ്ങൾ ഫോറക്സിൽ ചെയ്യാം, MCX ചെയ്യാം, NSE തന്നെ ക്യാഷ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, കറൻസീസ് എല്ലാത്തിലും ഇന്ത്യൻ ഫോറിൻ കറൻസി എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സെയിം സ്ട്രാറ്റജി തന്നെ എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊട്ടാക്കിൽ നോക്കിയാൽ നല്ല മൂവ്മെൻ്റ് ആണ്, എല്ലാത്തിനും നല്ല മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ബൈ വന്നിരിക്കുന്നത് 1807 13 പോയിന്റോളം പ്രോഫിറ്റിൽ വന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. 3 ടാർഗറ്റ് പഠിച്ച്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഫുള്ള് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ നോർമൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട ശേഷം ഒരു 10 മിനിറ്റുള്ളിൽ ഡയറക്റ്റ് നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അത് കഴിഞ്ഞ് ഒരു ട്രെയിനിങ് സെഷൻ തരും, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഫുൾ നമ്മളിവിടുന്ന് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് ബാങ്ക് നിഫ്റ്റിയും റിലയൻസും കോൺടാക്റ്റുമാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ടത് ആ സെയിം സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വീക്ക്ലി ഓപ്ഷനും മന്ത്ലി ഓപ്ഷൻ കിടക്കുന്നില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വീക്ക്ലി ഓപ്ഷൻ ആണെങ്കിൽ വേണ്ട BNWC C മീൻസ് കോൾ ഓപ്ഷൻ ആണ്. താഴത്ത് P ഉണ്ട്, അത് പുട്ട് ഓപ്ഷൻ ആണ്. അതിൻ്റെ താഴെ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതനുസരിച്ച് ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് ഫുൾ പറഞ്ഞു കൊടുക്കും ട്രെയിനിങ് സെക്ഷനിൽ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് ഫുൾ ലൈവാണ്. ഇത് നിങ്ങൾ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ച പോർഷൻ
എന്ന് വെച്ചാൽ 8.1 ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സ്കാനർ കൂടെ കിട്ടും. പിന്നെ ഇതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9061973737 ആണ്. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്, മെസ്സേജും അയക്കാം. പിന്നെ www.wintradersoft.com അത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് റിവ്യൂസ് പേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.